Good morning, all. ലേറ്റ് ആയിട്ടാണെങ്കിലും കുറച്ച് പേര് ലേറ്റ് ആയിട്ടാണ് കയറുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എല്ലാവരും ഒന്ന് ജസ്റ്റ് വായിച്ചൊക്കെ വരണമെന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ചെറുതായിട്ട് ഇങ്ങനെ വായിച്ചു നോക്കിയോ? ആരെങ്കിലും ചെറുതായിട്ടൊക്കെ വായിച്ചിട്ട് വന്നവരുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നമുക്ക് തന്നെ റിവൈസ് ചെയ്ത് പോവാം അല്ലെ? കുറച്ചു നേരം റിവൈസ് ചെയ്ത് പോവാം, പിന്നെ കുറച്ചു നേരം നമുക്ക് ബാലൻസ് ക്ലാസ് പോർഷൻസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലെ? അങ്ങനെ പോണതായിരിക്കില്ലേ ബെറ്റർ? പഠിച്ചും പോവാ, അപ്പൊ കുറച്ച് ക്ലാസ്സും നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ നമുക്ക് ലാസ്റ്റ് പോർഷനാണ് എടുക്കാനുള്ളത്. കുറച്ച് ഭാഗ്യമേ ഉള്ളൂ. കുറച്ച് സമയം നമുക്ക് എന്താണ് നമ്മുടെ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാം. എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് തീരാറായില്ലേ? വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്ത് പോവായിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് പോവായിരുന്നു. ഇങ്ങനെ വായിച്ചു നോക്കിയാലുണ്ടാവും. എന്തെങ്കിലും ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നും അറിയാനില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എംപ്ലോയി ബെനിഫിറ്റ്സ് അല്ലെ? അവിടെ തീർച്ചയായിട്ടും നമുക്ക് അറിയാം, നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കം എന്ന് പറയുന്നത് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്താണ് ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലെ? എന്താണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? സാലറിക്ക് അല്ലെ, സാലറിയോട് ചേർത്ത് വെക്കുന്ന ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് ആണോ? ഒരു ജസ്റ്റ് ആ ഒരു സെന്റൻസ് മീനിങ് മാത്രം നിങ്ങൾ ക്യാച്ച് ചെയ്താൽ മതി. കാരണം അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ആണ് അല്ലെ? സാലറിക്ക് അപ്പുറമുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ പറയുന്നത്? സാലറിക്ക് അപ്പുറമുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ്. അഡീഷണൽ ഫെസിലിറ്റീസ് ടു എംപ്ലോയി ബൈ ദ എംപ്ലോയർ അല്ലെ? എംപ്ലോയർ എംപ്ലോയിക്ക് ലഭ്യമാക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള സാലറിക്ക് അപ്പുറമുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്? അതായത് നമുക്കറിയാം പല വ്യത്യസ്ത തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ഉണ്ട്. വേണമെങ്കിൽ അത് വിവിധ തരത്തിൽ അവർക്ക് ലഭ്യമാക്കാം. ഏതൊക്കെ തരത്തിൽ ലഭ്യമാക്കാൻ? സ്വമേധയാ എംപ്ലോയർക്ക് എംപ്ലോയിക്ക് കൊടുക്കാം. ചിലപ്പോ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അല്ലെ, നിയമപരമായിട്ട് തന്നെ എംപ്ലോയിക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതല്ല എങ്കിലും നമുക്കറിയാം എംപ്ലോയിക്ക് കിട്ടിയില്ല എങ്കിൽ അല്ലെ, എംപ്ലോയർ ലഭ്യമല്ല എങ്കിൽ ഒരുപാട് വർക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എന്തെങ്കിലും പ്രോഫിറ്റ് ഒക്കെ ഇവർ നേടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം നിശ്ചിത പോർഷനിൽ നിന്നും ഇവർക്ക് ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുവദിക്കുന്നില്ലെങ്കിലൊക്കെ അതെന്ത് ചെയ്യും? നെഗോഷിയേഷൻ അല്ലെ, ചർച്ചകൾ സംഘടിപ്പിച്ച് കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ നേടിയെടുത്ത് ഒരു എഗ്രിമെന്റ് ആയിട്ട് അവരവരുടെ അവകാശങ്ങളൊക്കെ സ്ഥാപിച്ചെടുക്കുന്നു. അങ്ങനെ 3 രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പോയിന്റ്സ് ഒക്കെ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വീണ്ടും പറയേണ്ടതില്ലല്ലോ. ഞാൻ ഡെഫിനേഷൻ ഒന്നും വിവരിക്കുന്നില്ല, നമുക്ക് ബോറടിക്കും അല്ലെ? കുറച്ച് വായിച്ച് തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി ആ പേരുകൾ ഓർത്ത് വെക്കുക. ഇതാണ് ഗ്രേ ഡെസ്ലർ എന്താണ് പറയുന്നത്, അതേപോലെ തന്നെ വില്യം ബീബർട്ട് ചാവർ അല്ലെങ്കിൽ ഹുക്മാൻ, അതൊക്കെ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ
പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം ഈ ഒരു എംപ്ലോയീസ് ബെനഫിറ്റ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എത്തരത്തിലുള്ള നമ്മളിപ്പോ പല കാര്യങ്ങളും പഠിച്ചു, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ അത് അല്ലെ ഈ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇതിനെ എന്തെന്നാ പറയുന്നതെന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് മീൻ ചെയ്ത് വെക്കുക. അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളെയാണ് എന്താണ് എംപ്ലോയീസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ 3 ഡെഫിനേഷനിലും അത് തന്നെയാണ് മീൻ ചെയ്യുന്നത് അല്ലെ. ഫ്രഞ്ച് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് സാലറിക്ക് അപ്പുറം അല്ലെ അവര് തൊഴിലെടുക്കുന്നതിന് അവർ എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഒരു തൊഴിലിൽ പ്രവേശിക്കുമ്പോൾ അതിനപ്പുറം അവർക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തൊഴിലുടമ ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജിനെയാണ് എംപ്ലോയീസ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫീച്ചേഴ്സ് കേളേ എന്നെ എടുത്ത് പറയാൻ മതിയോ? നിങ്ങൾ എന്തെങ്കിലും പഠിച്ചപ്പോ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിച്ചാൽ അങ്ങനെ പോവായിരുന്നു. എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടത് എന്തെങ്കിലും മനസ്സിലാവാത്തത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പോവാം. അപ്പൊ നമുക്ക് ആ പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്നും കൂടി അല്ലെ റിവൈസ് ചെയ്ത് പോവാനായിട്ട് എളുപ്പം സാധിക്കുമായിരുന്നു. ഓക്കെ, എന്തായാലും വായിച്ചു നോക്കി പോവാം. ക്ലിയർ അല്ലേ? നമ്മള് ഫസ്റ്റ് എന്താണ് നമ്മളെ ബെനിഫിറ്റ്സ് എന്നും ഇൻട്രൊഡക്ഷനും ഇല്ല പറയുന്ന ആ ഡെഫിനിഷൻസും ഒക്കെ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഫീച്ചേഴ്സ് ആണ്. അപ്പോ ആ ഒരു സെന്റൻസ് അല്ലെ എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്നുള്ള ഒരു സെന്റൻസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ തന്നെ ആ ഫീച്ചേഴ്സിന്റെ ഹെഡിങ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ ആണ്. ഇൻഡയറക്റ്റ് അല്ലെ, ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ലഭ്യമാകുന്ന ഒരു കോമ്പൻസേഷൻ ആണ്. അതിന്റെ അല്ലെ കാര്യം തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സിന്റെ കോസ്റ്റ് അവര് റിസ്ക് എടുത്തിട്ടാണ് എംപ്ലോയിക്ക് ലഭ്യമാകുന്നത്. നമുക്കറിയാം ചില ബെനിഫിഷ്യൽ പാക്കേജിലൊക്കെ എംപ്ലോയിയുടെയും കൂടി കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട് അല്ലെ. PF ഒക്കെ പോലെയുള്ള ആനുകൂല്യത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ അവര് ഡെപ്പോസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതല്ലാതെ നമുക്കറിയാം കൂടുതൽ അല്ലെ അതിലാണെങ്കിലും കൂടുതൽ റിസ്ക് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? എംപ്ലോയർ തന്നെയാണ്. സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ്, പിന്നെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇതെല്ലാം നമുക്കറിയാം എംപ്ലോയിയുടെ ആ ഒരു സാലറിക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ലഭ്യമാകുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. പെയ്ഡ് ടു ഓൾ എംപ്ലോയീസ്, ഒരു നിശ്ചിത എംപ്ലോയിക്ക് മാത്രമല്ല ഇത് ലഭ്യമാകുന്നത്, എല്ലാ എംപ്ലോയീസിനും ലഭ്യമാകുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഒരു വോളണ്ടറി, സ്വമേധയ അല്ലെങ്കിൽ നിയമപരമായിട്ടൊക്കെ ഇത് ലഭ്യമാകുന്നതാണ്. അതല്ലാതെ നമുക്കറിയാം കളക്റ്റീവ് ബാർഗൈനിങ് വഴി നമ്മൾ നേടിയെടുക്കുന്ന ബെനിഫിഷ്യൽ പാക്കേജ് ആണ്. ക്ലിയർ അല്ലേ? ഹെഡിങ്സ് ഓക്കെ അല്ലേ? ഓർമ്മയിൽ വരുന്നുണ്ടോ? ജസ്റ്റ് വായിച്ചു പോവാട്ട. ഇനി പഠിക്കാൻ അല്ലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഭാഗത്തേക്ക് വരാതിരിക്കാനായിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ചു പോവാ. എന്താണ് ഹെഡിങ്സ് ഒക്കെ വായിച്ചു പോവാ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ാണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണോ? ഇങ്ങനെ പോയാൽ മതിയോ? ഇതല്ലാതെ ഇച്ചിരി വിവരിച്ചു പോകേണ്ടതുണ്ടോ? ചെയ്യാം. മതിയോ? റിവൈസ് ചെയ്ത് പോയാൽ മതിയില്ലേ? ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് അത് വായിച്ചു നോക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ജസ്റ്റ് വായിച്ചു നോക്കി പോവുക. എന്തെങ്കിലും പോയിന്റ്സിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഓക്കെ, വായിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലല്ലോ. ഓൾമോസ്റ്റ് നിങ്ങൾ ശ്രമം നടത്തുന്നുണ്ടോ? റിവിഷൻ എടുക്കാനായിട്ട് റിവിഷൻ എന്താ പറയുന്ന ബോറായിട്ട് തോന്നുന്നുണ്ട്. അത് മീൻസ് റിവിഷൻ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ റിവിഷൻ കഴിഞ്ഞിട്ടാണോ ക്ലാസ് വേണ്ടതെന്നൊന്നും നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, എല്ലാവരും എന്തായാലും പഠിച്ചു പോകണം അല്ലെ. എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് വായിച്ചു തന്നെ പോകാൻ ശ്രമിക്കുക. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സിൽ നിന്ന് നൽകാനായിട്ട് അല്ലെ? എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് അത് നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് ടു അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ്. എന്തുകൊണ്ട് അട്രാക്ട് ചെയ്യണം എന്ന് പറയുന്നത് ജോബ് സീക്കേഴ്സിനെ?
കാരണം നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ടൈമിലാണ് കൂടുതലായിട്ട് ഈ ഒരു ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അല്ലെ ഒരു സാലറിക്ക് അപ്പുറമുള്ള എന്തെങ്കിലും ഓഫറുകളൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും അല്ലേ, ഉണ്ടാവാൻ സാധ്യതയില്ലേ? ശരിയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് ടു അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേണ്ടത് എന്ന് പറയുന്നത് എന്താണ്? ടു ബൂസ്റ്റ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. എന്താ പറയുന്നത്? ടു ബൂസ്റ്റ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. ആരെങ്കിലും ഞാൻ പറഞ്ഞിട്ട് വായിച്ചു നോക്കി വന്നവരുണ്ടോ? ആരെങ്കിലും? അപ്പൊ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണോ അതിന് പറഞ്ഞു പോയത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടുകൾ ഏതെങ്കിലും ഭാഗത്ത് ജസ്റ്റ് ആ ഹെഡിങ് വരുമ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കി തരാനായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം. വായിച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഹെഡിങ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ടു ബൂസ്റ്റ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. എന്താ പറയുന്നത്? എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലെ, പ്രേരിപ്പിക്കുന്നു. കാരണം നന്നായിട്ട് തന്നെ വിശ്വസ്തതാപൂർവം തന്നെ ഓർഗനൈസേഷനിൽ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇത് പ്രേരിപ്പിക്കുന്നു അല്ലെ. കാരണം എംപ്ലോയിക്ക് അനുയോജ്യമായിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റ് കണ്ടറിഞ്ഞിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാണ്. സോ എന്താണ് അവർക്ക് കുറച്ചും കൂടി അല്ലെ ആത്മാർത്ഥമായിട്ട് തൊഴിൽ ചെയ്യണമെന്നുള്ള ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു പ്രൊവൈഡ് ടാക്സേഷൻ ബെനിഫിറ്റ്സ്. ഇത്തരത്തിലുള്ള ബെനിഫിഷ്യന്റെ പ്രത്യേകത എന്താണ്? ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരുന്നില്ല അല്ലെ. അപ്പൊ എംപ്ലോയീസിനെ സംബന്ധിച്ച് അല്ലെ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ കൈ കിട്ടുന്ന ഒരു ബെനിഫിഷ്യൽ പാക്കേജാണ്. അപ്പൊ ആ ഹെഡിങ്ങുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം, മാറിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക അല്ലെ. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴൊക്കെ മാറിപ്പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ടു ഇംപ്രൂവ് മാനേജ്മെന്റ് ലേബർ റിലേഷൻസ്. നമുക്കറിയാം നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും അല്ലെ. നല്ല ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവരുടെ ഇൻട്രസ്റ്റ് താല്പര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് അപ്പൊ അവരോടൊക്കെ നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പൊതുവെ അല്ലെ എല്ലാവരോടായിട്ടും ഇടപെടുക. നമുക്കറിയാം എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസണുകളൊക്കെ ആഘോഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് അല്ലെ അവരുടെ ബിസിനസ് നന്നായിട്ട് തന്നെ ടാർഗറ്റ് ഒക്കെ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത? നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്ത് നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് മാനേജ്മെന്റും മെമ്പേഴ്സും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. വീണ്ടും ടു പ്രൊമോട്ട് കോമ്പൻസേഷൻ എന്താണ് കമ്പാനിയൻഷിപ്പ് എമംഗ് എംപ്ലോയീസ്. തൊഴിലാളികളുടെ ഇടയിലും നമുക്കറിയാം നല്ലൊരു അല്ലെ നല്ലൊരു ഒത്തൊരുമയോട് കൂടിയിട്ട് പോകാനായിട്ട് സാധിക്കും. നന്നായിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ കമ്പനിയെ സംബന്ധിച്ച് എല്ലാവരും നല്ല ഹാപ്പിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണമെന്നായിരിക്കും ഇവരോടും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ നൽകുന്നത് അല്ലെ. അപ്പൊ പരസ്പരം എംപ്ലോയികളൊക്കെ തമ്മിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് അല്ലെ അവരുടെ പെർഫോമൻസുകളൊക്കെ പ്രകടമാക്കി അല്ലെങ്കിൽ ആ കമ്പനിയോട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അപ്പൊ പരസ്പരം നല്ല രീതിയിൽ ഒരു കമ്പാനിഷിപ്പോട് കൂടിയിട്ട് എംപ്ലോയീസിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. Then made them to act as the assurance of a concern. എന്താണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് അല്ലെ? അവിടെ ബോധയുടെ അബൌട്ട് their needs and difficulties. കാരണം ഇവിടെ ഫ്രിഞ്ച് ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് ലഭ്യമാകുന്നത് അവർക്ക് ആഗ്രഹങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ടാണ്. അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ ട്രാവൽ ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ ഭക്ഷണം അല്ലെ, അവർക്ക് നേരത്തിന് ഫുഡ്, ക്യാൻറ്റീൻ സർവീസുകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസ് പാക്കേജുകൾ അല്ലെ. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. സോ അത് മനസ്സിലാക്കി അല്ലെ അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിയുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വരികയാണ്. ടു റെഡ്യൂസ് ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ്. നമുക്കറിയാം എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെതായിട്ടുള്ള ചെലവ് കുറയ്ക്കാനും സാധിക്കും അല്ലെ. ബൾക്കായിട്ട് ഒരു കാര്യം നമ്മൾ സപ്ലൈ ചെയ്യാണെങ്കിൽ എന്താ പ്രത്യേകത? അതിന് അനുപാതികമായിട്ടുള്ള അല്ലെ ഓരോന്നും മേടിച്ച് സപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബൾക്കായിട്ട് മേടിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ.
അപ്പൊ അത് ക്യാൻറ്റീൻ സർവീസ് ആണെങ്കിലും ട്രാവലിംഗ് സൗകര്യങ്ങളൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് റിസ്ക് എടുക്കാതെ തന്നെ അവർക്ക് അത്തരത്തിലുള്ള പ്രോബ്ലംസിനൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. ഹെഡിങ്സ് ഒക്കെ ഒന്ന് വായിച്ചു പോവുക. ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എല്ലാത്തിലും ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ എംപ്ലോയീസ് ബെനിഫിറ്റ് അല്ലെ, ഡാഷ് ആർ ഫോംസ് ഓഫ് അഡീഷണൽ കോമ്പൻസേഷൻ ദാറ്റ് ആൻ എംപ്ലോയി റിസീവ് അഡീഷൻ അല്ലെ, അങ്ങനെയുള്ള വേജസിനപ്പുറമുള്ളതാണെന്ന് നമുക്കറിയാം എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആണ് അല്ലെ. അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇൻ കേസ് ഓഫ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞുള്ള രീതിയിലല്ലാതെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറുതായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് കൃത്യമായിട്ട് തന്നെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി എഴുതുക. ഒരിക്കലും അത് ഡയറക്റ്റ്ലി അല്ല, എന്താണ് ഡയറക്റ്റ്ലി അവർക്ക് ലഭ്യമാക്കുന്ന ബെനിഫിഷ്യൽ പാക്കേജ് ആണ് അല്ലെ, നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് പെർഫോമൻസ് ഓഫ് എംപ്ലോയി, ഹെൻസ് ദേ ആർ റെഫർഡ് ടു ആൻ ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻസ്. എന്താണോ ഇവിടെ ചെറുതായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഗ്രൂപ്പിന്നുള്ള ചോദ്യങ്ങളിലും മറ്റുള്ളതിന്റെ വരുന്നത്, ഡാഷ് ബിൽഡ് ലോങ് ടേം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി വിച്ച് ഹെൽപ് ടു റിഡ്യൂസ് അട്രിഷൻ റേറ്റ്സ്. അട്രിഷൻ റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടുപോകുന്ന നിരക്ക് അല്ലെ. ആ ജോലിയിൽ നിന്ന് അവർക്ക് അല്ലെ എംപ്ലോയീസിന് വിട്ടുപോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം മറ്റു ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, വേറൊരു പ്ലേസ്മെന്റിലേക്ക് അല്ലെ വേറൊരു കമ്പനിയിൽ പോയി അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന് അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ട് താല്പര്യപ്പെടില്ല. അപ്പൊ അത് കുറയാനായിട്ടുള്ള സാധ്യത വരുന്ന എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പൊ വിശ്വസ്തതാപൂർവ്വം അവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവും അല്ലെ. ഡാഷ് ബിൽഡ്സ് എന്ന് പറയുമ്പോൾ ലോയൽറ്റി പ്ലസ് ലോങ് ടേം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അല്ലെ. ഞാൻ പ്രശ്നം തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Dash builds a long-term relationship between an employer and employee, which helps to reduce attrition rates. Okay. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്കറിയാം വലിയൊരു ചാപ്റ്റർ ആണ് അല്ലെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓരോ ഭാഗത്തുനിന്നും ഉണ്ടാവില്ലെങ്കിലും ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി ശ്രമിക്കാം. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് എംപ്ലോയ് ബെനിഫിറ്റ്സ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എംപ്ലോയ് ബെനിഫിറ്റ്സിൽ എന്താണ് എന്ന് പറയുന്നത്? അതായത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി ട്രൂലി ബെനിഫിഷ്യൽ ടു ദ എംപ്ലോയീസ്. ഫസ്റ്റായിട്ട് എംപ്ലോയിക്ക് ആയിരിക്കണം അതിന്റെ ബെനിഫിഷ്യൽ ലഭ്യമാക്കേണ്ടത്. നമുക്കറിയാം ഒരിക്കലും അല്ലെ അവിടെ സൂപ്പർഫിഷ്യൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒരിക്കലും അവരെക്കാൾ അധികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എംപ്ലോയിക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളല്ല, എംപ്ലോയിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അതേപോലെ തന്നെ പറയുന്നുണ്ട് ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന ഒരു രീതി ആകരുത് അല്ലെ. അവിടെ സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി ബിക്കോസ് ഓഫ് ദെയർ പൊസിഷൻ ആസ് ഡോണേഴ്സ്, അവരാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഉള്ള മനോഭാവം അവിടെ ഉണ്ടായിരിക്കരുത്. നമുക്കറിയാം പ്രൊപ്പോർഷനേറ്റ് ടു പോസ്റ്റ്, എപ്പോഴും പോസ്റ്റ് അനുപാതമായിട്ടുള്ള ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് അവർക്ക് ഫേവറബിൾ ആയിട്ട് നിലകൊള്ളാൻ ചിലപ്പോൾ കമ്പനി കൂട്ടിപ്പോയേണ്ടതായിട്ട് വരും. സോ അതും കൂടി കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ വെൽ പ്ലാൻഡ് ആയിരിക്കണം. എല്ലാ തരത്തിലുള്ള എംപ്ലോയീസിനെയും അവിടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. നമുക്കറിയാം അവിടെ യൂണിയനുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അല്ലെ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള ബെനിഫിഷ്യലൊക്കെ ലഭ്യമാക്കാനായിട്ട്. ആഡിക്വേറ്റ് ഫിനാൻസ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. തീർച്ചയായിട്ടും നമുക്കറിയാം കുറെ ഓഫറുകളൊക്കെ ലഭ്യമാക്കിയിട്ട് അവർക്ക് കൊടുക്കാതിരിക്കരുത് അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള ഫിനാൻസ് അവിടെ കണ്ടെത്തേണ്ടതും ആവശ്യമാണ്. And then the benefit must be broader based as possible. That is, it should be applicable to a large number of employees as possible.
ഓക്കെ, നമുക്കറിയാം എല്ലാവർക്കും ലഭ്യമാകണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ചില ബെനിഫിഷ്യൽ പാക്കേജുകൾ എല്ലാവർക്കും അല്ലെ അവരുടെ ആ ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ബാധകമായെന്ന് വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള ബെനിഫിഷ്യൽ പാക്കേജിനേക്കാൾ ഉപരി അല്ലെ ഏറ്റവും മോസ്റ്റ് ഓഫ് ദ പേഴ്സൺസിനെങ്കിലും ലഭ്യമാകുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ് ലഭ്യമാക്കേണ്ടത്. തന്നെ മാക്സിമം അഡ്വാൻറ്റേജ് എംപ്ലോയിക്ക് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നു. അതായത് എന്താണ്, എംപ്ലോയീസ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ഓൺ ഹൗ ടു ഇൻവെസ്റ്റ് വൈസ്ലി. അതായത് കേസ് നമുക്കറിയാം ഇപ്പോ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകാനായിട്ടുള്ള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടതും ആര് തന്നെയാണ്, ഈ ഒരു തൊഴിലുടമ അല്ലെ. അതിന്റെ അനുസരിച്ചിട്ടുള്ള പാക്കേജുകളൊക്കെ ലഭ്യമായ കേസ് നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും കേസ് ഭാവിയിലേക്ക് ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെ അതിന്റെ പ്രത്യേകമായിട്ടുള്ള സ്കീമുകളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ നമുക്ക് ലഭ്യമാക്കാൻ. ഓക്കെ, പ്രിൻസിപ്പിൾസ് ക്ലിയർ അല്ലേ? ഒരു കാഷ് ബെനിഫിറ്റ്സ്, നോൺ ടാക്സിബിൾ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ബെനിഫിറ്റ്സ് ആണ്, എന്താണ് നോൺ ടാക്സിബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ്? നമ്മൾ കണ്ടതാണ് റെന്റ് ബെനിഫിറ്റ്സ് അല്ലെ. റെന്റ് ബെനിഫിറ്റ്സ് നോൺ ടാക്സിബിൾ ആണ്. ആ ഒരു പോയിന്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് ചെയ്യണം. അത് നമ്മൾ പറഞ്ഞു പോയതാണ്. ഞാനിപ്പോ ചോദ്യങ്ങൾ കവർ ചെയ്ത് പോയപ്പോൾ ഞാൻ നോക്കിയതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് എംപ്ലോയ് ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ മൂന്ന് കാര്യം നോക്കി, ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ നോക്കി, ഫീച്ചേഴ്സ് നോക്കി, ഡെഫിനിഷൻസും ഹെഡിങ് കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ടൈപ്സ് ഓഫ് എംപ്ലോയ് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് ഇച്ചിരി ലോങ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യില്ല. ഇതുവരെയും നമുക്കൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാനായിട്ട് പോവാം. ജസ്റ്റ് എന്തായാലും വായിച്ചു നോക്കാത്തവരാണെങ്കിൽ തന്നെ ഇന്നിപ്പോ ജസ്റ്റ് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് ആ ഒരു രീതിയിൽ എങ്ങനെ കറക്റ്റായിട്ട് വായിച്ച് ആ പോർഷൻസ് കവർ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ടൈമിൽ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഓക്കെ, അതനുസരിച്ചിട്ട് നിങ്ങൾ അത് കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ നമ്മളെ ടൈപ്സ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ കണ്ടായിരുന്ന. പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട് അല്ല, വ്യത്യസ്ത രീതിയിൽ ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞു. വോളണ്ടറി അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് വഴി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കാം എന്ന് പറഞ്ഞു. ഇനി വ്യത്യസ്ത ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് നോക്കാം. അതും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ചാർട്ട് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിച്ചു കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ചാർട്ട് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ വെക്കുക. ഓക്കെ, ടൈം വർക്കഡ് നോട്ട്, ടൈം നോട്ട് വർക്കഡ് എന്നുള്ള രീതിയിൽ, അതായത് അഡീഷണൽ ആയിട്ട് അല്ലെ ഒരു വർക്ക് ചെയ്യും ഒഴിവുള്ള ഹോളിഡേയ്സിനൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഡബിൾ പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്ന അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെന്റ്സുകളൊക്കെ അങ്ങനെ അധികമായിട്ട് ഇവർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്കഡ്. പെയ്ഡ് ഹോളിഡേയ്സ്, അതായത് അതിന്റെ അണ്ടറിൽ വരുന്നതാണ് പെയ്ഡ് ഹോളിഡേയ്സ്, ഷിഫ്റ്റ് പ്രീമിയം, ഹോളിഡേ പേ ആൻഡ് പെയ്ഡ് വെക്കേഷൻ. അതായത് വെക്കേഷൻ ടൈമില് അല്ലെങ്കിൽ ഹോളിഡേയില് ഷിഫ്റ്റ് ടൈമുകൾ നമ്മുടെ ഇതല്ലാത്ത ടൈമുകളിൽ പെയ്ഡ് ഹോളിഡേയ്സ് അങ്ങനെയുള്ള സമയങ്ങളിൽ വെക്കേഷൻ ആണെങ്കിലും ഹോളിഡേയ്സിലൊക്കെ ആണെങ്കിലും അഡീഷണൽ ആയിട്ട് ഇവര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് അധികമായിട്ട് ലഭിക്കുന്ന പേയ്മെന്റ്സുകൾ. അവരുടെ നാച്ചുറലി ഒരു ദിവസത്തെ വേതനം ഇന്നതായിരിക്കാം, പക്ഷെ ഇത്തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള പേയ്മെന്റുകൾ, അതായത് ഒഴിവുള്ള ദിനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ അധികമായിട്ട് ലഭിക്കുന്ന പേയ്മെന്റുകളാണ് പറയുന്നത് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്കിന്റെ പറയുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് അത് വരുന്ന മിക്കപ്പോഴും കാണാറുണ്ട്. ഫാക്ടറീസ് ആക്ട് 1948 ഓർക്കേണ്ട കാര്യമാണ്. അതേമാതിരി തന്നെ പെയ്ഡ് ഓൺ ഹോളിഡേയ്സിൽ നൽകുന്നത് എന്താണ്, ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറി ആണ്. ഹോളിഡേ പേ എന്ന് പറയുന്നത് ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറി ആണ്. അതേമാതിരി തന്നെ ഷിഫ്റ്റ് പ്രീമിയം, ഓർഗനൈസേഷൻ വർക്കിംഗ് ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഷിഫ്റ്റ് കമ്പൻസേറ്റ് ബൈ പേയിങ് പ്രീമിയം ടു ദ വർക്കേഴ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ ദ ഓൺ അവേഴ്സ് ഷിഫ്റ്റ്. അല്ലെ അധികമായിട്ട് ഏതെങ്കിലും അവേഴ്സുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഷിഫ്റ്റുകളൊക്കെ കയറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അവരുടെ പേയ്മെന്റുകൾ ലഭ്യമാകുന്നു. അതേമാതിരി തന്നെ പെയ്ഡ് വെക്കേഷൻ, വർക്കേഴ്സ്
who have worked for 40 days in a calendar year. Actually, എത്ര ദിവസമാണ് calendar year വർക്ക് ചെയ്യുന്നത്? 240 ദിവസം. പക്ഷെ അതിലെ ചില റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. മൈനിങ്, മാനുഫാക്ചറിങ് ആൻഡ് പ്ലാന്റേഷൻ സെക്ടർ ആണ് എന്താണ് entitled for paid vacation at the rate of 1 day for every 20 days. 20 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം പെയ്ഡ് വെക്കേഷൻ ആണ്. അതേപോലെ തന്നെ അഡൽട്ട് വർക്കേഴ്സ് ആണെങ്കിൽ അല്ലെ അവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് at the rate of 1 day for every 15 days വർക്ക് in the case of minors. ഓക്കെ, മൈനേഴ്സ് ആണെങ്കിൽ പ്രായപൂർത്തി അല്ലെങ്കിൽ കുറച്ച് അല്ലെ പ്രായം കൂടുതലായ വ്യക്തികൾക്കാണെങ്കിൽ 15 ദിവസത്തിലധികം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവർക്ക് ഹോളിഡേയ്സ് ആണ്, പെയ്ഡ് വെക്കേഷൻ ആണ്. അതേസമയം അല്ലെ അഡൽട്സ് വർക്കേഴ്സ് ആണെങ്കിൽ 20 days വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ദിവസം പെയ്ഡ് വെക്കേഷൻ ആണ്. ഓക്കെ, അപ്പോ ആക്ച്വലി 240 days ആണ് കലണ്ടർ ഇയറിൽ വർക്ക് ചെയ്യാനുള്ളത്. Employee security. Employee security a feeling of any types of insecurity, distrust, peace of mind and satisfaction. Employer security in പറയാൻ കാരണം ജസ്റ്റ് കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് കേസ് ജോലിയിൽ തന്നെ എന്തെങ്കിലും ഇൻഷുറൻസ്, എന്തെങ്കിലും ആക്സിഡന്റ് കേസുകൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ടു പോകാം. അതല്ലെങ്കിൽ അവരെ ചിലപ്പോൾ വേണമെങ്കിൽ പിരിച്ചുവിട്ടാം അല്ലെ. കുറച്ച് അധികം വ്യക്തികളായിട്ട് തോന്നുകയാണ്, കമ്പനി നഷ്ടത്തിൽ പോകുകയാണെന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ച് വ്യക്തികളൊക്കെ ഒഴിവാക്കണമെന്ന് തോന്നി അവരെ പിരിച്ചുവിടാം. അങ്ങനെയൊക്കെ പിരിച്ചുവിടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുന്നവരേക്കെങ്കിലും അവർക്ക് ഉപജീവനത്തിന് മാർഗം കണ്ടെത്തും അല്ലെ. അപ്പൊ അതിനുള്ള ഒരു സെക്യൂരിറ്റി ഉറപ്പാക്കുന്ന കോമ്പൻസേഷനുകളൊക്കെ കൊടുത്തിട്ടാണ് അവരെ പറഞ്ഞിരിക്കേണ്ടത്. അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അവിടെ തീർച്ചയായിട്ടും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഓഫറുകളെയാണ് നമ്മുടെ എംപ്ലോയി സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം തീർച്ചയായിട്ടും നമുക്കറിയാം കുറെയൊക്കെ ആക്ടിന്റെ കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത്രയും വരല്ലേ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞിരിക്കുമ്പോൾ ഇന്ന രീതിയിലൊക്കെ കോമ്പൻസേഷൻ ഒക്കെ ലഭ്യമാക്കണം എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങളുടെയൊക്കെ ഇയേഴ്സുകൾ എന്താണ് ആ നിയമങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകേണ്ടതാണ്. എന്താണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936, മിനിമം വേജസ് ആക്ട് 1948, ഇയേഴ്സ് മാറിപ്പോവാതിരിക്കാൻ തന്നെ ശ്രമിക്കുക. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഓക്കെ, അതെല്ലാം ഓർത്ത് തന്നെ വെക്കുക. മിനിമം വേജസ് ആക്ട് ആണെങ്കിലും വേജസ് വേണം എന്നുള്ളത്. അല്ലെങ്കിൽ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, ബോണസ് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ആ ഇയേഴ്സ് മാറിപ്പോവാതിരിക്കാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ആക്ടുകളൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഇയറുകളും ആക്ടുകളും ഓർമ്മയിൽ വേണം. വീണ്ടും നമുക്ക് നോക്കാനുള്ളത് നമ്മൾ കണ്ടു ഈ സെക്യൂരിറ്റികൾ ഏതൊക്കെ രീതിയിലാണ് അല്ലെ. ലേ ഓഫ് ആൻഡ് റിട്രെഞ്ച്മെന്റ് ആണ്. എന്താണ് ലേ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? അതായത് അല്ലെ അവിടെ റേറ്റ് ഓഫ് 50% ഓഫ് ദ ടോട്ടൽ ബേസിക് വേജസ് ആൻഡ് ഡിയർ സർവൻസ് ഫോർ ദ പീരിയഡ് ഓഫ് ലേ ഓഫിന്റെ ടൈമില് ഒരു 50% അല്ലെ ബേസിക് വേജസിലേക്ക് ഡിയർ സർവൻസിലേക്ക് ഒരു 50% അവർക്ക് ലേ ഓഫ് കോമ്പൻസേഷൻ ആയിട്ട് അവർക്ക് കൊടുത്തു വരണം അല്ലെ. അവര് ഇൻ കേസ് നമുക്കറിയാം പറഞ്ഞ പദ്ധതിയാണെങ്കിൽ അവരെ വെറുതെ വിടരുത്, കുറച്ച് കോമ്പൻസേഷൻ കൂടി അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതാണ്. അതേമാതിരി റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആണെങ്കിലും അതൊരു മാൻഡേറ്ററി ആണ്. അതായത് നിയമപരമായിട്ട് അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. നോൺ സീസണലി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയി 50 or more വർക്കേഴ്സ് അല്ലെ 50 കൂടുതലോ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇങ്ങനെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരുന്നു. ദിസ് കോമ്പൻസേഷൻ ഇസ് എ പെയ്ഡ് അറ്റ് റേറ്റ് 15 days wages for every completed year of service within a maximum of 45 days wages in a year. Okay, അല്ല മാക്സിമം ഡേയ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അല്ലെ അവിടെ അനുവദിക്കുന്ന മാക്സിമം ഡേയ്സ് എന്ന് പറഞ്ഞാൽ 45 ദിവസമാണ് അല്ലെ. അവര് എത്ര വർഷമാണോ ആ വർഷത്തിനനുസരിച്ചിട്ടാണ് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത് അല്ലെ. ഇൻ കേസ് ഓരോ വർഷത്തിനും 15 ഡേയ്സിന്റെ വേജസ് ആണ് അവർക്ക് ലഭ്യമാകുന്നത്. മാക്സിമം അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് 45 ഡേയ്സിന്റെ വേജസ് ആണ്. സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊഫഷൻസ് നമുക്കറിയാം ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. നോട്ട് ചെയ്ത് പോകേണ്ട കാര്യം അവിടെ പ്രൊവിഷൻസ് മീൻ ടു സേഫ്ഗാർഡ് ഹെൽത്ത് റിലേറ്റഡ് പവർ ഓഫ് ക്ലീൻ ലൈൻസ്, പ്രോപ്പർ വെന്റിലേഷൻ, ടെമ്പറേച്ചർ ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ്
then protection from dust and fumes, artificial humiliation. Okay, നമുക്കറിയാം നല്ല വായു വേണം, വയസ്സഞ്ചാർ വേണം, ഒരുപാട് ടെമ്പറേച്ചർ ഒരുപാട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണം, നല്ല വേസ്റ്റ് ഡിസ്പോസൽ സൗകര്യങ്ങളൊക്കെ വേണം അല്ലെ, അവിടെ വെള്ളം ഒക്കെ കെട്ടിക്കെടുക്കാനൊന്നും പാടില്ല, നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹ്യൂമിലിയേഷൻ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കൈകാര്യങ്ങളൊക്കെ അവിടെ വേണ്ടതാണ്. ഡ്രിങ്കിങ് വാട്ടർ, ആഡിക്കേറ്റഡ് നമ്പർ ഓഫ് ഡ്രെയിൻസ്, അവിടെ കൃത്യമായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം വേണം, എല്ലാ പ്രഭാതെല്ലാം വർക്കിംഗ് കണ്ടീഷനിലുള്ളതായിരിക്കണം, ആഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് സൗകര്യങ്ങൾ, ഇതെല്ലാം എന്താണ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, കേരളേ അതൊക്കെ നമുക്കറിയാം ഫാക്ടറീസ് ആക്ട് 1948 മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വീണ്ടും പറയുന്നുണ്ട് പ്രിക്കോഷൻസ് അല്ലെ, അവിടെ റിഗാർഡിംഗ് സേഫ്റ്റി ഇൻക്ലൂഡ്സ് പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട്. അതായത് അവർക്ക് ഇൻ കേസ് നമുക്കറിയാം അപകടം നടന്ന അവസ്ഥയിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനുള്ള മുൻകരുതലുകളുണ്ട് അല്ലെ. അത് മെഷീൻസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും അതിന് ചുറ്റും അല്ലെ എന്തെങ്കിലും ഒരു ഒരു കേസ് കവചം അല്ലെങ്കിൽ ഒരു ചുറ്റും വേലി എന്തെങ്കിലും കെട്ടിത്തിരിക്കണം. വലിയ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഇലക്ട്രിക് കപ്പാസിറ്റി കൂടുതൽ ഉപയോഗിക്കുന്ന മെഷീനൊക്കെ ആണെങ്കിൽ ഇൻ കേസ് നമുക്കറിയാം അല്ലെങ്കിൽ ഒരു ഭാരപ്പെട്ട സാധനങ്ങളൊക്കെയാണ് പൊക്കേണ്ടതെങ്കിൽ എന്താണ് അവിടെ എന്തെങ്കിലും നട്ടലിന് എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാ തരത്തിലും അല്ലെ നമ്മുടെ ചെയിൻ ആൻഡ് റോക്സ് ഇൻ മോഷൻ, വോൾവിംഗ് machinery avoiding lifting excessive weight in prevent spinal injuries. In addition, there are provisions regarding emergency actions. എമർജൻസി ആയിട്ട് ആക്ഷൻ വേണം, കേസ് തീപിടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെ മുൻകരുതൽ എടുക്കാനായിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ഏതൊരു കമ്പനിയിലും അവിടെ നടപ്പാക്കേണ്ടതാണ്. ഓക്കെ അല്ലേ, ആ ഹെഡിങ്ങുകൾ ഓർത്ത് വെച്ച് പോവാം. സെക്യൂരിറ്റി, എംപ്ലോയി സെക്യൂരിറ്റിയുടെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്? ഹയർ കോമ്പൻസേഷൻ ആൻഡ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. അതേപോലെ തന്നെ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്? നമുക്കറിയാം പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്കിന്റെ അണ്ടറിലാണ് ഹോളിഡേ പേ, പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, പെയ്ഡ് വെക്കേഷൻ ഒക്കെ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് നമുക്ക് കണ്ടിന്യൂ ചെയ്തുപോവാം. ജനറൽ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് സ്കോളേഴ്സ്, അതായത് നമുക്കറിയാം ഒരുപാട് ബെനിഫിഷ്യൽ പാക്കേജുകൾ ഉണ്ട്. അതിന്റെ ഹെഡിങ് മാത്രം നിങ്ങൾക്ക് നമുക്കറിയാവുന്ന കാര്യമാണ്. വീട് സൗകര്യം, വീട് വയ്ക്കാനൊക്കെ ആയിട്ടുള്ള ലോൺ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തൊഴിലുടമ തൊഴിലാളികൾക്ക് അവരുടെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ക്യാൻറ്റീൻ സൗകര്യങ്ങൾ, അവിടെ ക്യാൻറ്റീൻ സൗകര്യത്തില് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് സെക്ഷൻ 46 ഓഫ് ദ ഫാക്ടറീസ് ആക്ട് 1948, ആ ആക്ടും ആ സെക്ഷനും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ ആയിട്ട് വരാനായിട്ടുള്ള കാര്യം വരുന്നത് 250 വർക്കേഴ്സിനേക്കാൾ കൂടുതലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമപരമായിട്ട് തന്നെ ലഭ്യമാക്കേണ്ട കാര്യമാണ്. അത് ഏത് ആക്ടിൽ വരുന്നതാണ്? 1948 ഫാക്ടറീസ് ആക്ടിൽ വരുന്നതാണ്. ഏത് സെക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അത് വെച്ചേക്ക സെക്ഷൻ 46. ഓക്കെ, അപ്പൊ എത്രയേക്കാൾ കൂടുതൽ അംഗങ്ങൾ വർക്കേഴ്സ് എന്ന് പറയുന്നത് 250 കൂടുതൽ. പക്ഷെ ചില സ്ഥാപനങ്ങളിൽ ലെസ് ദാൻ 250 ആണെങ്കിലും വളരെ സമയത്ത് അവര് ക്യാരിയർ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. Education facilities, consumer societies, credit societies, and employee counseling and legal assistance, holiday homes, transportation facilities, welfare sections, okay, brigades and parties. Okay, ഇങ്ങനെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? കൺസ്യൂമർ സൊസൈറ്റി ആണെങ്കിലും നമുക്കറിയാം മിതമായ തരത്തിൽ സംഭവങ്ങൾ ലഭ്യമാകുന്നത്. ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിലും നമുക്കറിയാം ലോൺ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നത്. എംപ്ലോയീസ് കൗൺസിലിംഗ് കൗൺസിലിംഗ് ഒക്കെ മിതമായ ചെലവിൽ തന്നെ അല്ലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെ കോട്ടേജിലൊക്കെ താമസിക്കുന്നവര് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് കൗൺസിലിംഗ് സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആകുന്നത് മിതമായ ചിലവിലൊക്കെ ആയിരിക്കും. ലീഗൽ അസിസ്റ്റൻസ് ആണെങ്കിൽ നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനും നമുക്കറിയാം കമ്പനി ലീഗലായിട്ടുള്ള നടപടികളൊക്കെ വാഗ്ദാനം ചെയ്യുന്നതാണ്. ഹോളിഡേ ഹോംസ്, അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി വീടുകളിലേക്കൊക്കെ ചിലപ്പോൾ പോയി വരാനൊന്നും പറ്റാത്ത അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അവിടെ പറയുന്നുണ്ട്
റീചാർജ് ചെയ്യലാണ്ട് എന്തോസിയാസം എന്ന് വെച്ചാൽ അവരെ വർക്കുകൾ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെ, ഒരു സാഹചര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ നമുക്കറിയാം. നല്ല രീതിയിൽ ഉത്സാഹത്തോട് കൂടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, പലതരത്തിലുള്ള എംപ്ലോയീസ് കൗൺസിലിംഗ് ഉണ്ട്. സിമ്പിൾ ആയിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ പാക്ക് അല്ലെ, ഇതൊക്കെ എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. എന്തിന്റെ അണ്ടറിലാണോ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസിംഗ് ആൻഡ് കാൻഡിഡേറ്റ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഒക്കെ വെൽഫെയർ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ, അവിടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ് ഇതെല്ലാം. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, വെൽഫെയർ സെക്ഷൻസ്, പിക്നിക് ആൻഡ് പാർട്ടീസ്. ഇപ്പൊ നമുക്കറിയാം നവേ ഡേയ്സിലൊക്കെ കൂടുതലായിട്ടും കമ്പനിയിൽ നിന്നൊക്കെ ടൂർ പാക്കേജുകളൊക്കെ ഉണ്ട് അല്ലെ. അത് ഇതാണ് എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്ത് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടപ്പാക്കാൻ സാധിക്കും. എംപ്ലോയറും എംപ്ലോയീസ് ഒക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, നല്ലൊരു ഇടപെടലൊക്കെ നടപ്പാക്കാനായിട്ട് ഇതുകൊണ്ടൊക്കെ സാധിക്കും. അപ്പം കമ്പനിയോട് ഒരു ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യാൻ, ഇൻ കേസ് തൊഴിലുറപ്പിക്കാണെങ്കിലും അവിടെ കമ്പനിയിലെ മെമ്പേഴ്സിനൊക്കെ അല്ലെ പേര് വിളിച്ചൊക്കെ നമുക്കറിയാം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനായിട്ട് പറ്റുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറെ ടൂർ പാക്കേജിലൊക്കെ പോകുമ്പോഴുണ്ടാവുന്ന ഒരു നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മിസ്ലേനിയസ് എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓഫറുകളൊക്കെ അല്ലെ അവർക്ക് ലഭ്യമാകുമ്പോൾ വല്ല അവാർഡുകളോ ഗിഫ്റ്റുകളോ ഒക്കെ നമുക്കറിയാം ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചല്ലേ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ അവിടെയുള്ള എംപ്ലോയീസിനെ ഹാപ്പി ആക്കാനായിട്ട് അവർ ശ്രമിക്കും. അത് ഏത് രീതിയിലാണെങ്കിലും അതിനൊക്കെ നമുക്ക് എന്താ പറയാം എംപ്ലോയീസ് ബെനിഫിറ്റ്സിന്റെ നമ്മൾ നമുക്ക് വിശേഷിക്കും. ഓക്കെ അല്ലേ? നോൺ ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. ഇവിടെയും കുറച്ച് എന്താ പറയാ ഹെഡിങ്സുകൾക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ, ചിലപ്പോ EPF എന്നുള്ള രീതിയിൽ ഫുൾ ഫോം ഒക്കെ ചൂസ് ചെയ്യാറുണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് പാസ് ചെയ്തേക്കുന്നത് 1952 ഓക്കെ, ഇതിലൊക്കെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ എമൗണ്ട്സ് കാര്യങ്ങളൊന്നും അധികം പ്രാധാന്യത്തിൽ പഠിക്കേണ്ടതില്ല, അതെല്ലാം തന്നെ വേരിയേഷൻ ആണ്. പക്ഷെ ആക്ട് എന്ന നിയമം നിലവിൽ വന്നു, അതൊക്കെ മസ്റ്റായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അതിന്റെ അബ്രിവേഷൻസ് ഓക്കെ അതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, നമുക്കറിയാം പലതരത്തിലുള്ള ഇപ്പോ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ, അവിടെ തീർച്ചയായിട്ടും പറഞ്ഞു ഫാമിലി പെൻഷൻ ഫണ്ട് 1971, then deposit liquid insurance fund 1976. ഇതെല്ലാം ഇതിന്റെ അണ്ടറിലേക്ക് വന്ന കാര്യങ്ങളാണ് അല്ലെ. Under this act, 3 schemes have been launched and are operating. 3 സ്കീമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്, നിലവിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കീമുകളാണ്. അവിടെ എന്താണ് കമ്മീഷൻ ഇസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർഗനൈസേഷൻ അല്ലെ, അവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഒഫീഷ്യേറ്റിംഗ് ആസ് എ സെക്രട്ടറി ടു ദ ബോർഡ്. അതൊക്കെ നമ്മൾ മോഗനസിനെ കുറിച്ചാണ് ഡിസ്ട്രിക്ട് ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. ഇയേഴ്സ് ഒക്കെ ഒന്ന് മാറിത്തിരിക്കുക അല്ലെ, ഇതിന്റെയൊക്കെ ഇയറുകൾ മാറിപ്പോകാതിരിക്കാൻ ശ്രമിക്കാമോ. ഫാമിലി പെൻഷൻ ഫണ്ട് ആണെങ്കിൽ 1971 ആണ്. ഡെപ്പോസിറ്റ് ലിക്വിഡ് ഇൻഷുറൻസ് ഫണ്ട് ആണെങ്കിൽ 1976 1952 EPF. നമുക്കറിയാം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. ഓക്കെ അല്ലേ? അതിന്റെ തന്നെ ഇതുകൾ തന്നെ പറയുന്നത് ഡെപ്പോസിറ്റ് ലിക്വിഡ് ഇൻഷുറൻസ് കുറച്ചുകൂടെ ആക്ടിവിറ്റി ആണ്. മറ്റേ ക്വസ്റ്റ്യൻ എടുക്കാനായിട്ടുള്ള ചെറിയൊരു സമയം വേണം അല്ലെ. ഗ്രാറ്റുവിറ്റിയും കൂടിയും അതിൽ നിർത്തിയാലോ. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താണ്. Gratuities payable to all employees who have entered a minimum continuous service of 5 years. 5 year important ആണ്. 5 വർഷമെങ്കിലും തൊഴിലുടമയുടെ കൂടെ അവിടെ തൊഴിലുടമയുടെ കൂടെ തന്നെ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 വർഷമെങ്കിലും ആ എംപ്ലോയറുടെ കൂടെ എംപ്ലോയി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റിട്ടയർമെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴും തീർച്ചയായിട്ടും അവർക്ക് ഗ്രാറ്റുവിറ്റി അലൗ ചെയ്യേണ്ടതാണ്.
It is payable to an employee on his superannuation or on his retirement or on his death or disablement due to accident or disease. റിട്ടയർമെന്റ് ടൈമിലോ അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് റിട്ടയർ പോകുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുമ്പോഴൊക്കെ കേസ് എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വിരമിച്ചു പോകേണ്ട അവസരങ്ങളൊക്കെ വരുമ്പോഴാണ് 5 വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് എംപ്ലോയറുടെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ലഭ്യമാകേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ആക്ട് എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക, 1972. എന്തായാലും പറഞ്ഞേക്കാം, അതൊന്ന് പ്രൊസീഡ്. പിന്നെ ഈ മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണെങ്കിലും നമുക്കറിയാം, ഇവിടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് അല്ലെ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ESIS, ആ ഒരു അബ്രിവേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കാം. ആ ഡേറ്റും ഓർത്ത് വെച്ചേക്കാം. മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്, അത് മെഡിക്കൽ ആയിട്ടുള്ള ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ആക്ട് ആണ്. പെൻഷൻ ബെനിഫിറ്റ്സ്, the benefits which are covered under Employees Family Pension Scheme 1971. Retirement benefits നമുക്കറിയാം എന്താണ്, ലംസം amount ആണ് അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആയിട്ട് കൊടുക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെയുള്ള എമൗണ്ട് ഒക്കെ വേരിയേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ റിട്ടയർമെന്റ് ടൈമില് എംപ്ലോയിക്ക് ലഭ്യമാക്കുന്ന ലംസം എമൗണ്ടിനെയാണ് നമ്മൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഫാമിലി പെൻഷൻ, ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ്, വിഡ്രോവൽ ബെനിഫിറ്റ്സ്. ഫാമിലി പെൻഷന് നമുക്കറിയാം ഇത്ര സാലറി ഒക്കെ ആണെങ്കിൽ ഇത്രയാണ് അവര് പേയ്മെന്റ് ലഭ്യമാക്കി പോകും. സാലറിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ തിരിച്ചു ആ ടൈമിൽ തന്നെ തിരിച്ചു പോകും. അതിനുശേഷമാണ് നമുക്ക് ലംസം എമൗണ്ട് ആയിട്ട് വരുന്നത് അല്ലെ. അത് കാറ്റഗറൈസ് ചെയ്തിട്ട് ഏത് തരത്തിലുള്ള സാലറിയാണ് ലഭിക്കുന്നത് അതിനനുസരിച്ച് ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഈ കാലഘട്ടത്തിൽ വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും രൂപകൾ ഇത്രയും എമൗണ്ട് കൈപ്പറ്റുന്നവർക്ക് ഇത്രയും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എംപ്ലോയറിന്റെ കൂടി കോൺട്രിബ്യൂഷൻ അങ്ങനെ ഒന്നിച്ചാണ് നമുക്ക് തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുന്നത്. ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ആണെങ്കിൽ സബ്സിഡി ടു മാക്സിമം 2000 പേയബിൾ ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ഓഫ് മെമ്പർ അല്ലെ, അവിടെ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെയൊക്കെ എമൗണ്ടുകൾക്ക് വേരിയേഷൻസ് ഉണ്ട്. പക്ഷെ ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ് ഒക്കെ ഇപ്പോഴും ലഭ്യമാകുന്ന കാര്യമാണ് ഫാമിലി പെൻഷൻസ് ആണെങ്കിലും. പക്ഷെ ആ എമൗണ്ട്സുകൾക്കൊക്കെ വേരിയേഷൻസ് ഉണ്ട്. വിഡ്രോവൽ ബെനിഫിറ്റ്സ് is the form of a lump sum amount payable to the members living in the service before his retirement age. റിട്ടയർമെന്റ് ഏജിന് മുമ്പ് തന്നെ അവിടെ നിന്ന് വിട്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് വിഡ്രോവൽ ബെനിഫിറ്റ്സ് ഒക്കെ ലഭ്യമാകുന്നത്. മാനേജിംഗ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് വരെ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇത് വായിച്ചു നോക്കുന്നുണ്ടോ? ക്ലിയർ ആയോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? വേറെ ആർക്കും കിട്ടിയില്ല? വേറെ കുറച്ച് പേർക്കൊക്കെ കിട്ടണ്ടേ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ ഒരു ചെറുതായിട്ടെങ്കിലും നമുക്ക് നമ്മുടെ പോർഷൻ നോക്കാം. ഒരിക്കലും ഞാൻ ഇത് ക്ലാസ് എടുക്കാൻ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിച്ച് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വരും. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും റിവൈസ് ചെയ്ത് പോവുക. അപ്പൊ നിങ്ങൾക്ക് വായിക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. അടുത്ത ഡേ വരുമ്പോൾ അടുത്ത ഭാഗം നോക്കാം. അപ്പൊ കുറച്ചും കൂടി ഗ്രഹിച്ച് പോകും. അപ്പൊ പഠിപ്പിക്കലോ പഠിക്കലോ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാന്ന് വെച്ചത്. ഓക്കെ, അവിടെ നമ്മള് പറഞ്ഞു നിർത്തിയത് എന്താണ്? നെഗോഷിയേഷന്റെ കാര്യമാണ് അല്ലെ. നെഗോഷിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് എക്സ്പ്ലെയിൻഡ്. അതായത് നമ്മള് കളക്റ്റീവ് ബാർഗൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞു പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. ഓക്കെ, ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാലോ അല്ലേ? അപ്പൊ പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ നമ്മൾ പറഞ്ഞു നിർത്തി. പ്രിപ്പയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 1-2 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. എംപ്ലോയിയുടെ ഭാഗത്താണെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എംപ്ലോയിയുടെ ഭാഗത്താണെങ്കിൽ പ്രിപ്പറേഷൻ ആവശ്യമാണ്.
കാരണം വാദിക്കാൻ വരുമ്പോ അല്ലെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവണം. എംപ്ലോയി എന്തെങ്കിലും കാര്യങ്ങൾ റൈറ്റ്സ് നേടിയെടുക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുമ്പോൾ എംപ്ലോയർക്ക് അതിനെ അല്ലെ നമുക്കറിയാം സപ്പോർട്ട് ചെയ്യണം വേണ്ടേ എന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള എവിഡൻസ് അതൊന്ന് പ്രൊവൈഡ് ചെയ്യണം. സോ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ട് തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ആക്റ്റീവ് ബാർഗൈനിങ് നടത്താനായിട്ട് പാടുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ അല്ലേ? ഫസ്റ്റ് പോയിന്റ് വരെയല്ലേ എടുത്തത് അല്ലേ? അതെങ്കിലും ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് പോയിന്റ് വരെയല്ലേ എടുത്തത്? നമുക്ക് ഒരു പോയിന്റ് കൂടി എടുക്കാം. നമുക്ക് പതിയെ മൂവ് ചെയ്താൽ മതി. നമുക്ക് റിവിഷൻ നടത്തി തീർക്കണം, ഇത് പഠിപ്പിച്ചും തീർക്കണം. അതോടെ ക്ലാസ് അവസാനിക്കുമ്പോൾ അപ്പം എക്സാം പെട്ടെന്നാക്കി. ഓക്കെ, എന്തായാലും കുറച്ച് ടീച്ചേഴ്സിന്റെ ഇതും കൂടി കൂടുതൽ ഭാഗം എടുത്ത് തീർക്കാനുണ്ട്. അവർ തീർത്ത് വരുമ്പോഴേക്കും നമ്മുടെ റിവിഷനും ക്ലാസ്സും കൂടി ഒന്നിച്ച് നമുക്ക് തീർക്കാനായിട്ട്. ഓക്കെ, അടുത്ത ദിവസം വരുമ്പോ ഇങ്ങനെ ആയിരിക്കരുത്. നിങ്ങളെ ബാക്കി പാഠം കുറച്ചും കൂടി വായിച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴാണ് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ബാർഗൈനിങ് ഇഷ്യൂസ്. മെയിൻ ഇഷ്യൂസ് ഇൻ കളക്റ്റീവ് ബാർഗൈനിങ് അല്ലെ? അവിടെ കളക്റ്റീവ് ബാർഗൈനിങ് നടത്താനായിട്ടുള്ള എന്തൊക്കെ ഇഷ്യൂസുകളാണ് ഉണ്ടാവാന്ന് ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റ്, വേജ് റിലേറ്റഡ് ഇഷ്യൂസ്. കൂലിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അല്ലെ, ഇഷ്യൂസുകൾ വരാം. എന്താണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിറ്റർമിനേഷൻ ഓഫ് എ ബേസിക് വേജ് റേറ്റ്, കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ്, വേജ് ഡിഫറൻഷ്യൽസ്, ഓവർ ടൈം റേറ്റ്സ്, വേജ് അഡ്ജസ്റ്റ്മെന്റ്സ് എക്സെട്ര. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം തന്നെ അല്ലെ ജീവിതക്കാരുടെ എന്താണ് വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ജീവിത നിലവാരത്തിനനുസരിച്ചിട്ട് അത് ക്രമീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ. നമ്മൾക്ക് അറിയാം വേജസ് എന്ന് പറയുന്നത് നമ്മളുടെ സാലറിയിലെ അല്ലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ദൈനംദിന ജീവിത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഉപയോഗിക്കേണ്ടത് അല്ലെ. അപ്പൊ കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ദിനചര്യകളിൽ ഉണ്ടാകുന്ന ആ ഒരു ആവശ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യത. വേജ് ഡിഫറൻഷ്യൽസ്, ഓവർ ടൈം റേറ്റ്സ്, വേജ് അഡ്ജസ്റ്റ്മെന്റ്സ് എക്സെട്ര. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ വേജസ് കൂടുതൽ വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ബേസിലായിരിക്കും അവരൊക്കെ റിസ്ക് എടുത്തിട്ട് ചിലപ്പോൾ ഓവർ ടൈം ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഓവർ ടൈം ഡ്യൂട്ടി വരുമ്പോഴും നമുക്കറിയാം റേറ്റുകളിൽ വേരിയേഷൻസ് ഒന്നും അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. അവര് എന്തായാലും ബാർഗൈൻ ചെയ്ത് നമ്മൾ ഇത്രയും അഡീഷണലായിട്ട് പഠിപ്പിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി അല്ലെ അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടിയില്ല. ഓക്കെ, അപ്പൊ വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ്, വേജ് ഡിഫറൻഷ്യൽസ്, ഓവർ ടൈം സ്റ്റേജ് കേസ് ഓവർ ടൈമും ഡ്യൂട്ടി ചെയ്തിട്ട് അല്ലെ ചിലപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സാലറി കൊടുത്തില്ലെങ്കിൽ അവര് തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് അവരെ സമീപിക്കേണ്ടതായിട്ട് സമീപിക്കും. എന്താണ് സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ് ഇഷ്യൂസ്. എന്താണ് സെക്കൻഡ് വണ്ണിൽ പറയുന്നത്? സപ്ലിമെന്ററി ആയിട്ട് ബെനിഫിഷ്യൽ ഇഷ്യൂസുകൾ ലഭ്യമാക്കാതെ അല്ലെ ചില കമ്പനികൾ ചില വാഗ്ദാനം ചെയ്യുമ്പോൾ അതുപോലത്തെ കമ്പനിയാണ് നമ്മുടെ കമ്പനികൾ നമ്മൾ ഒരു വാഗ്ദാനം ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ എന്താണ് അവിടെ ഇഷ്യൂസ് അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാൻ റിലേറ്റഡ് ടു പെൻഷൻസ്, പെയ്ഡ് വെക്കേഷൻസ്, പെയ്ഡ് ഹോളിഡേസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഡിസ്മിസൽ, സപ്ലിമെന്ററി അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്. ഓക്കെ, നമുക്കറിയാം പലതരത്തിലുള്ള ഇൻഷുറൻസ് പാക്കേജുകളാണെങ്കിലും പെയ്ഡ് അല്ലെ അഡീഷണൽ ആയിട്ട് സപ്ലിമെന്ററി ആയിട്ട് നമുക്കറിയാം ലഭ്യമാക്കേണ്ട തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അതും നമുക്ക് എന്തെങ്കിലും അല്ലെ ബാർഗൈൻ ചെയ്യാനായിട്ട് രക്ഷയിൽപ്പെടാവുന്ന കാര്യമാണ്. ഹോളിഡേ വർക്ക് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ, വെക്കേഷൻ ടൈമിൽ വർക്ക് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാം തന്നെ നമുക്കറിയാം ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ്. ഇതിന്റെയൊക്കെ പ്രത്യേകത സപ്ലിമെന്ററി ബെനിഫിറ്റ്സിൽ ഇഷ്യൂസിൽ വരാൻ സാധ്യതയുള്ള ഇഷ്യൂസ് ഏതൊക്കെയാണ്? അതല്ലെങ്കിൽ വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ എന്തൊക്കെ പെടാം? ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് അല്ലെ അതും മറ്റൊരു തരത്തിലുള്ള തർക്കങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖലയാണ്. ഇത് ഇൻക്ലൂഡ്സ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എംപ്ലോയേഴ്സ്. തൊഴിലുടമയുടെ അവകാശങ്ങളും അതേപോലെ തന്നെ ചുമതലകളും ഒക്കെ ഇതിൽ പെടുന്നുണ്ട്. എംപ്ലോയീസ് ആൻഡ് യൂണിയൻ ഇൻക്ലൂഡിംഗ് യൂണിയൻ സെക്യൂരിറ്റി. തൊഴിലാളികളാണെങ്കിലും അവരുടെ സെക്യൂരിറ്റീസ് ആണെങ്കിലും എല്ലാം ഇതിൽ ഇഷ്യൂസിൽ പങ്കെടുക്കുന്നു.
then check of procedure, quality for work life program, etc. Procedures check out working work life നല്ല എന്താ പറയുക എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ നടപടി സ്വീകരിക്കാനായിട്ട് സാധിക്കും അല്ലെ. അത് തീർച്ചയായിട്ടും ഇഷ്യൂസുകൾ വരുമ്പോഴായിരിക്കും അതിനെ കുറിച്ചിട്ട് വിശകലനം ചെയ്തിട്ട് ഒരു ഫൈനലൈസേഷൻ എത്തിപ്പെടുത്തുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ആണ്. നമുക്കറിയാം ഭരണ നിർവഹണത്തിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്. ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് സാലറി കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവില്ല, അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെ. പലതരത്തിലുള്ള എഴുത്തുകുത്ത് വർക്കുകളെല്ലാം ഭരണ നിർവഹണത്തില് പാലിക്കാതെയൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കൺസേൺസ് ഓഫ് എംപ്ലോയീസ് such as seniority, employee discipline and discourage procedure. എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അതായത് സീനിയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെ, അങ്ങനെയുള്ള ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാവില്ല, അവരുടെ ആരോഗ്യം സേഫ്റ്റി സുരക്ഷ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല. ഇൻ കേസ് അഡ്വാൻസ്ഡ് ടെക്നോളജി അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഇൻ കേസ് ഡെവലപ്പ് ചെയ്താൽ തന്നെ അവർക്ക് അനുസരിച്ചിട്ടുള്ള വർക്കുകളിലേക്ക് ജോബ് സെക്യൂരിറ്റി ആൻഡ് ട്രെയിനിങ് ഒന്നും ലഭ്യമായെന്ന് വരില്ല. അറ്റൻഡൻസ് ലീവ്സ് എക്സെട്ര അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം അല്ലെ അവിടെ ഇഷ്യൂസ്. ഇൻ കേസ് അല്ലെ അവിടെ ലീവുകളൊക്കെ ചിലർക്ക് ലീവുകൾ മാർക്ക് ചെയ്യാതിരിക്കുക, ചിലർക്ക് ലീവുകൾ മാർക്ക് ചെയ്യുക, ചിലർക്ക് അങ്ങനെ ലീവ് എടുക്കുമ്പോൾ കട്ട് ഓഫിനേക്കാൾ അധികം അല്ലെ അവിടെ കട്ട് ഓഫ് ചിലപ്പോൾ ലഭ്യമാക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് ചിലപ്പോൾ സാലറി കൈപ്പറ്റുന്നുണ്ടെങ്കിൽ ഇൻ കേസ് സാലറി ലഭ്യമല്ല എങ്കിലൊക്കെ തീർച്ചയായിട്ടും അവിടെ ഇഷ്യൂസുകളൊക്കെ വരാം. പിന്നെ എന്താണ് the wage and benefits concerns of employees are most important during collective bargaining. Okay, അപ്പോൾ ഒരു collective bargaining നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നത്. However, the other issues of institution rights and administration cannot be ignored by the negotiators. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ ഇഷ്യൂസുകൾ നടത്തുന്നു, ഇഷ്യൂസിൽ എന്തെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അത് നടപ്പാക്കി പോകുന്നു. ഇൻ കേസ് പിൻവലിച്ച് എഴുതി തളർത്താൻ അല്ലെങ്കിൽ തള്ളി പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് തള്ളിപ്പോവുകയും ചെയ്യും അല്ലെ. അങ്ങനെയാണ് ചർച്ചയ്ക്ക് ഒരു പരിസമാപ്തി എത്തുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഇഷ്യൂസും ഉണ്ടാവാം, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂസ് ഉണ്ടാവാം, സപ്ലിമെന്ററി ആൻഡ് എക്കണോമിക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം, വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളെല്ലാം തന്നെ ബാർഗൈനിങ് ഇഷ്യൂസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതും ഒന്ന് വായിച്ചിട്ട് വരിക. ഇതിലും നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂസിൽ പെടുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസിൽ പെടുന്നത്, അങ്ങനെയുള്ള രീതിയിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം. ഓക്കെ അല്ലേ? ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു തീർക്കാൻ പറ്റിയില്ലേ? പറ്റിയോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.